പാലക്കാട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ പട്ടാമ്പി മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. കലാലയങ്ങളിലും മാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും വോട്ടഭ്യർത്ഥന നടത്തി. രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണെന്ന് VK ശ്രീകണ്ഠൻ പറഞ്ഞു. പാലക്കാട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP കൂടിയായ VK ശ്രീകണ്ഠനെ പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യമായാണ് അദ്ദേഹം പട്ടാമ്പിയിൽ പ്രചാരണത്തിന് എത്തിയത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ്, ലിമൻ കോളേജ് എന്നിവിടങ്ങളിലെത്തിയ സ്ഥാനാർത്ഥി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കണ്ട വോട്ടഭ്യർത്ഥന നടത്തി. ക്ലാസ് മുറികളിലെത്തിയ സ്ഥാനാർത്ഥി വിദ്യാർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിച്ചും സംവദിച്ചുമാണ് വോട്ടഭ്യർത്ഥന നടത്തിയത്. സാമ്പത്തികമായി ശക്തമാണ് എംപവർമെന്റ്, അതായത് ഓരോരുത്തരും സ്വയം ശാക്തീകരിക്കപ്പെടും. എങ്ങനെ ശാക്തീകരിക്കപ്പെടും? ഒന്ന് ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തൊക്കെ പറ്റും? പിന്നെന്താ വേണ്ടത്? വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ടത്? സ്വന്തമായിട്ട് വരുമാനം, തൊഴിൽ. അത് സർക്കാർ തലത്തിലാണെന്നില്ല. പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചാൽ മാത്രമാണ് ഒരു രാജ്യം സാമ്പത്തികമായിട്ട് വളരുകയുള്ളൂ. ആണോ? അപ്പോൾ സാമ്പത്തികകാരോ വിദഗ്ധരൊക്കെ ചെയ്യുമോ? നിങ്ങൾക്കൊക്കെ എന്ത് ജോലി? ഭാവിയിൽ എല്ലാവർക്കും വരുമാനം ഉണ്ടായാലാണ് രാജ്യത്തിൻ്റെ സാമ്പത്തികമായും വികസനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും. കലാലയങ്ങളിൽ ആവേശകരമായ വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണെന്നും കേരളത്തിൽ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടി കൂടിയാകും ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളും UDF സ്ഥാനാർത്ഥിയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സ്ഥിതിഗതികൾ UDFനും ഇന്ത്യ സഖ്യത്തിനും വളരെ അനുകൂലമാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ജനദ്രോഹം ഏൽക്കാത്തവരും അനുഭവിക്കാത്തവരുമായി ആരും നാട്ടിലില്ല. അപ്പോൾ ഒരു മാറ്റം വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കാൻ, നമ്മുടെ ജനാധിപത്യ മതേതര സംവിധാനം നിലനിർത്താൻ, എന്തിനേറെ പറയുന്നു, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളും സുരക്ഷയും അതും വീണ്ടെടുക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. അതിനായി ഇന്ത്യ സഖ്യത്തിന് വലിയ തോതിലുള്ള പിന്തുണയാണ് രാജ്യത്ത് ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ലഭിക്കുന്നു. കേരളത്തിൽ പിന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെ ഏറ്റവും മോശമായ ഒരവസ്ഥയിലാണ് നാട് മുന്നോട്ട് പോകുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ ഇല്ലാത്തതും, അതുപോലെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ തൊഴിലില്ലാത്തതും, ഇങ്ങനെ ഒട്ടേറെ മൗലികമായ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ ഗവൺമെൻറ്റിൻ്റെ അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുകയാണ്. അതുകൊണ്ട് രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും. ആ ഒരു പിന്തുണ പാലക്കാടിനുണ്ട്. ഇവിടുത്തെ മതേതര മനസ്സ് UDFൻ്റെ കൂടെയാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ മുഖ്യ ഘടകമാണ്. ഇവിടെ രണ്ട് മുന്നണികൾ തമ്മിലാണ് മത്സരം. രാഷ്ട്രീയമായ പോരാട്ടമാണ്. നമ്മുടെ രാജ്യം നിലനിൽക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിൽ ചെറിയ ശതമാനം സ്ഥാനാർത്ഥികളെക്കുറിച്ച് വിലയിരുത്തും. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ പ്രഗത്ഭരാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചവർ തന്നെയാണ് മത്സരരംഗത്തുണ്ടായത്. അതിൽ നിന്നും ഒട്ടും സ്ഥിതി വ്യത്യസ്തമല്ല. 5 വർഷം MP ആയ എനിക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വളരെ ആത്മാർത്ഥമായി പാലക്കാടിന് വേണ്ടി, പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തും. പട്ടാമ്പി മത്സ്യ മാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥന നടത്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.